അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏവർക്കും അബു ഐമൻ മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നാം വിശകലനം ചെയ്യുന്നത് 4ാം ക്ലാസ്സിലെ ദുറൂസുൽ ഇസ്ലാം 2ാം ഭാഗത്തിലെ 18ാമത്തെ അധ്യായമാണ്. നമുക്ക് പാഠഭാഗത്തിലേക്ക് പ്രവേശിക്കാം. അദ്ദർസു സാമിൻ അഷർ, നൂറുല്ലാഹി തആല, അല്ലാഹു തആലയുടെ പ്രകാശം. മൂസാ നബി അലൈഹിസ്സലാമും ഖളിർ അലൈഹിസ്സലാമും ഒരു കപ്പലിൽ യാത്ര ചെയ്യുകയാണ്. ഒരു കുഞ്ഞു പക്ഷി കപ്പലിൻ്റെ പായ്മരത്തിൽ വന്നിരുന്നു. അത് കടലിലേക്ക് പറന്നിറങ്ങി അല്പം വെള്ളം കൊത്തിയെടുത്തു. ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഖളിർ അലൈഹിസ്സലാം പറഞ്ഞു, കടലിൽ നിന്ന് ഈ പക്ഷി കൊത്തിയെടുത്ത വെള്ളത്തിൻ്റെ എത്ര മാത്രമേ അല്ലാഹു തആലയുടെ ഇൽമിൽ നിന്ന് എനിക്കും നിങ്ങൾക്കും നൽകപ്പെട്ടിട്ടുള്ളൂ. അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയാത്തത്ര അറിവിൻ്റെ ഉടമയാണ് അല്ലാഹു തആല. മനുഷ്യർക്ക് അല്ലാഹു തആല നൽകിയ അനുഗ്രഹങ്ങളിൽ ഏറ്റവും മുഖ്യമായതാണ് ഇൽമ്. ആദ്യ മനുഷ്യൻ ആദം അലൈഹിസ്സലാമിനെ അല്ലാഹു തആല ഉന്നതനാക്കിയത് അറിവ് നൽകിയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്തായ പരിശുദ്ധ ഖുർആൻ അറിവിൻ്റെ കലവറയാണ്. അറിവിൻ്റെ മഹത്വം പറയുന്നതും ചിന്തിക്കാനും പഠിക്കാനും ആഹ്വാനം ചെയ്യുന്നതുമായ ധാരാളം ആയത്തുകൾ ഖുർആനിലുണ്ട്. ഇഹലോകത്ത് വിജയം നേടാൻ അറിവ് ആവശ്യമാണ്. പരലോകത്ത് വിജയിക്കാനും അറിവ് വേണം. അല്ലാഹുവിനെ അറിഞ്ഞ് ഇബാദത്ത് ചെയ്യാൻ അറിവ് വേണം. അറിവില്ലാതെ ഹലാലും ഹറാമും വേർതിരിച്ചറിയാൻ കഴിയില്ല. അതിനാൽ ശർഈയായ ഇൽമ് നേടൽ വാജിബാണ്. അറിവ് ഇസ്ലാമിൻ്റെ ജീവനാണ്, ദീനിൻ്റെ നെടും തൂണുമാണ്. ഇഹലോകത്ത് മനുഷ്യരുടെ ജീവിതം സുഖകരമാക്കാൻ ആവശ്യമായ വൈദ്യശാസ്ത്രം, എഞ്ചിനീയറിംഗ് തുടങ്ങിയ എല്ലാ അറിവും ഫർദ് കിഫായിൽ പെട്ടതാണ്. അറിവ് പഠിക്കുന്നതിന് വലിയ മഹത്വമുണ്ട്. സൈനുദ്ദീൻ മഖ്ദൂം പറയുന്നു, വതഅല്ലുമുൽ ലിൽ ബാബി മിൻ ഇൽമിൻ ലഹു ഫളലുൻ അലാ മിഅതിർ റുകൈഅതി നാഫിലാ. ഒരു അധ്യായം പഠിക്കൽ 100 റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ മഹത്വമുള്ളതാണ്. ഇൽമ് പഠിക്കുന്നവർക്ക് അല്ലാഹു തആല മഹത്തായ പദവി നൽകിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന. അറിവ് തേടി പുറപ്പെട്ടവന് അല്ലാഹു തആല സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കും. അറിവ് പഠിക്കുന്നവർക്ക് മലക്കുകൾ കാരുണ്യത്തിൻ്റെ ചിറക് വിരിച്ചു കൊടുക്കും. അവർക്ക് വേണ്ടി ആകാശത്തും ഭൂമിയിലുമുള്ള സകല ജീവികളും കടലിലെ മത്സ്യങ്ങൾ വരെയും പൊറുക്കലിനെ തേടിക്കൊണ്ടിരിക്കും. ഇരുലോകത്തും നിലക്കാത്ത അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന കർമ്മങ്ങളിൽ ഒന്ന് അറിവ് സമ്പാദിക്കലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ മാതൽ ഇൻസാനു ഇൻഖതഅ അമലുഹു ഇല്ലാ മിൻ സലാസ്, സ്വദഖത്തിൻ ജാരിയ ഔ ഇൽമിൻ യുൻതഫഉ ബിഹി ഔ വലദിൻ സാലിഹിൻ യദ്ഉ ലഹു. മനുഷ്യൻ മരിച്ചാൽ അവൻ്റെ കർമ്മങ്ങളെല്ലാം അവസാനിച്ചു, 3 കാര്യങ്ങൾ ഒഴികെ. സ്ഥായിയായ സ്വദഖ, ഉപകാരപ്രദമായ അറിവ്, അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സദ്വൃത്തരായ സന്താനം. വിജ്ഞാനത്തിന് മനുഷ്യ ജീവിതവുമായി വലിയ ബന്ധമുണ്ട്. ജോലി സമ്പാദിക്കാനും ജീവിത പദ്ധതികൾ ആവിഷ്കരിക്കാനും മാന്യമായി ജീവിക്കാനും വിജ്ഞാനം ആവശ്യമാണ്. അതിന് ഭൗതിക വിജ്ഞാനങ്ങളും പഠിക്കേണ്ടതുണ്ട്. അതിനാൽ ഉപകാരപ്രദമായ എല്ലാ വിജ്ഞാനങ്ങളും കരസ്ഥമാക്കാൻ നാം പരിശ്രമിക്കണം.
അദബുകൾ പാലിച്ചുകൊണ്ട് പഠിച്ചാൽ മാത്രമേ അറിവ് ഉപകാരപ്രദമാവുകയുള്ളൂ. വിദ്യാർത്ഥി പാലിക്കേണ്ട അദബുകളിൽ പ്രധാനപ്പെട്ടവ താഴെ പറയുന്നു. പഠനം അല്ലാഹു തആലയുടെ തൃപ്തിക്ക് വേണ്ടി ആയിരിക്കുക. പഠനം തുടങ്ങുമ്പോൾ ബിസ്മി, ഹംദ്, സ്വലാത്ത് എന്നിവ ചൊല്ലുക. മാതാപിതാക്കൾ, ഗുരുനാഥർ, മുസന്നിഫുകൾ തുടങ്ങിയവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ചോദിച്ചു പഠിക്കാൻ ലജ്ജിക്കാതിരിക്കുക. അധ്യാപകർ, ആലിമുകൾ എന്നിവരെ ആദരിക്കുക. പഠനോപകരണങ്ങൾ, പാഠപുസ്തകങ്ങൾ, പഠിക്കുന്ന സ്ഥാപനങ്ങൾ തുടങ്ങിയവയെ ബഹുമാനിക്കുക. പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുക. തിന്മകൾ വർജിക്കുക. ഉത്സാഹിച്ച് പഠിക്കുക. റബ്ബി സിദ്നി ഇൽമ, റബ്ബേ എനിക്ക് നീ അറിവ് വർദ്ധിപ്പിച്ചു തരണമേ. ആമീൻ. ഈ അദ്ധ്യായത്തിലൂടെ നാം പഠിച്ചത് അള്ളാഹുവിൻ്റെ നൂറായ അറിവിൻ്റെ മഹത്വവും അറിവ് പഠിക്കാൻ പുറപ്പെടുന്ന മുതഅല്ലിമിന് അള്ളാഹുവിൻ്റെ അടുക്കലുള്ള സ്ഥാനവും അവരുടെ മഹത്വവും അറിവ് പഠിക്കുന്ന സമയത്ത് ഒരു മുതഅല്ലിം പാലിക്കേണ്ട അദബുകളെക്കുറിച്ചുമാണ്. അല്ലാഹു തആല ഇവയെല്ലാം പാലിച്ച് നന്നായി പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇനി നമുക്ക് തദ്രീബാത്തിലേക്ക് പ്രവേശിക്കാം. ഒന്നാമത്തെ വർക്ക് നഖ്റഉ വനഫ്ഹമു, നമുക്ക് വായിക്കാം, നമുക്ക് ഗ്രഹിക്കാം. നൂറുല്ലാഹ്, അല്ലാഹു തആലയുടെ പ്രകാശം. മുസന്നിഫ്, കിതാബ് രചിച്ചവർ. ബഹർ, കടൽ. ത്വാഇറുൻ, പക്ഷി. മാഉൻ, വെള്ളം. ഇൽമുൻ, അറിവ്. അദ്ദുന്യ, ഇഹലോകം. അൽ ആഖിറ, പരലോകം. അൽ ഇൽമു ശർഇയ്യു, ശർഇയായ അറിവ്. സലക, പ്രവേശിച്ചു. അൽ ഇൽമുൽ മാദിയ്യ്, ഭൗതിക അറിവ്. സഹല, എളുപ്പമാക്കിക്കൊടുത്തു. ദറജത്തുൻ, പദവി. ത്വരീഖുൻ, വഴി. സമക്കുൻ, മത്സ്യം. ത്വലബുൽ ഇൽം, അറിവു തേടൽ. ത്വാലിബുൻ, വിദ്യാർത്ഥി. സ്വദഖത്തുൻ ജാരിയത്തുൻ, വഖഫുൻ. മാത, മരിച്ചു. തിബ്ബുൻ, വൈദ്യശാസ്ത്രം. ഹന്ദസ, എഞ്ചിനീയറിംഗ്. ഉസ്താദുൻ, ഗുരുനാഥൻ. മൂസ അലൈഹിസ്സലാം, ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകൻ. ഖളിർ അലൈഹിസ്സലാം, ഭൂമിയിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന പ്രവാചകൻ. ഇനി നമുക്ക് രണ്ടാമത്തെ വർക്കിലേക്ക് പ്രവേശിക്കാം. നുക്കിമിൽ, പൂർത്തിയാക്കാം. 1. ഫതഅല്ലുമുൽ ലിൽ ബാബി ഡാഷ്, ആ ബൈത്ത് നമുക്ക് പൂർത്തിയാക്കി കൊടുക്കാം. അത് കിയായിൽ സൈനുദ്ദീൻ മഖ്ദൂം പറഞ്ഞ ബൈത്താണ്. വതഅല്ലുമുൽ ലിൽ ബാബി മിൻ ഇൽമിൻ ലഹു ഫളലുൻ അലാ മിഅത്തി റുകൈഅതി നാഫില. 2. മൻ സലക ത്വരീഖൻ, മുത്തനബി പറഞ്ഞ ഹദീസാണ്. മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന. എഴുതി കൊടുക്കാം. 3. ഇദാ മാത്തൽ ഇൻസാനു, മുത്തനബി പറഞ്ഞ ഹദീസാണ്. ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവനിക്ക് 3 കാര്യങ്ങൾ മാത്രമേ ബാക്കിയാവുകയുള്ളൂ എന്ന് പറഞ്ഞ ആ ഹദീസ് എഴുതി കൊടുക്കാം. ഇദാ മാത്തൽ ഇൻസാനു ഇൻഖതഅ അമലുഹു ഇല്ലാ മിൻ സലാസ് സ്വദഖത്തിൻ ജാരിയ ഔ ഇൽമിൻ യുൻതഫഉ ബിഹി ഔ വലദിൻ സ്വാലിഹിൻ യദ്ഉ ലഹു. ഇനി നമുക്ക് മൂന്നാമത്തെ വർക്കിലേക്ക് പ്രവേശിക്കാം. നക്തുബു, നമുക്ക് എഴുതാം. വിദ്യാർത്ഥി പാലിക്കേണ്ട അദബുകളിൽ പ്രധാനപ്പെട്ടവ നോക്കാം.
പഠനം അല്ലാഹു തആലയുടെ തൃപ്തിക്കു വേണ്ടി ആയിരിക്കുക. പഠനം തുടങ്ങുമ്പോൾ ബിസ്മി, ഹംദ്, സ്വലാത്ത് എന്നിവ ചൊല്ലുക. മാതാപിതാക്കൾ, ഗുരുനാഥർ, മുസന്നിഫുകൾ തുടങ്ങിയവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ചോദിച്ചു പഠിക്കാൻ ലജ്ജിക്കാതിരിക്കുക. അധ്യാപകർ, ആലിമുകൾ എന്നിവരെ ആദരിക്കുക. പഠനോപകരണങ്ങൾ, പാഠപുസ്തകങ്ങൾ, പഠിക്കുന്ന സ്ഥാപനങ്ങൾ തുടങ്ങിയവയെ ബഹുമാനിക്കുക. പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുക. തിന്മകൾ വർജിക്കുക. ഉത്സാഹിച്ച് പഠിക്കുക. ഇനി നമുക്ക് 4ാമത്തെ വർക്കിലേക്ക് പ്രവേശിക്കാം. നംല ഉൽ ഫറാഗ്, വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ്. 1. ഇൽമ് പഠിക്കുന്നവർക്ക് ഡാഷ് ചിറക് വിരിച്ചു കൊടുക്കും. നമ്മൾ പഠിച്ചു, ഇൽമ് പഠിക്കുന്നവർക്ക് മലക്കുകൾ ചിറക് വിരിച്ചു കൊടുക്കും. മലക്കുകൾ എന്ന് ചേർത്ത് കൊടുക്കാം. 2. വിദ്യാർത്ഥികൾക്ക് വേണ്ടി ആകാശത്തും ഭൂമിയിലുമുള്ള ഡാഷ് പൊറുക്കലിനെ തേടും. അറിവ് പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് വേണ്ടി ആകാശത്തും ഭൂമിയിലുമുള്ള സകല ജീവികളും പൊറുക്കലിനെ തേടും. ചേർത്ത് കൊടുക്കാം. 3. ഒരാൾ മരിച്ചാൽ അവൻ്റെ ഡാഷ് കർമ്മങ്ങൾ ഒഴികെ എല്ലാം അവസാനിക്കും. മുത്തനബി പറഞ്ഞ ഹദീസാണ്. ഒരാൾ മരിച്ചാൽ അവൻ്റെ 3 കർമ്മങ്ങൾ ഒഴികെ എല്ലാം അവസാനിക്കും. 3 എന്ന് ചേർത്ത് കൊടുക്കാം. 4. ഭൂമിയിൽ മനുഷ്യ ജീവിതം സുഖകരമാക്കാൻ ആവശ്യമായ എല്ലാ അറിവുകളും പഠിക്കൽ ഡാഷ് ആണ്. നാം പഠിച്ചു, ഭൂമിയിൽ മനുഷ്യജീവിതം സുഖകരമാക്കാൻ ആവശ്യമായ എല്ലാ അറിവുകളും പഠിക്കൽ ഫർദ് കിഫായ ആണ്. 5. പഠിച്ചതനുസരിച്ച് ഡാഷ് വിദ്യാർത്ഥിയുടെ അദബാണ്. പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കൽ വിദ്യാർത്ഥിയുടെ അദബാണ്. 6. ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു ഉന്നതനാക്കിയത് ഡാഷ് നൽകിയാണ്. ചേർത്ത് കൊടുക്കാം. ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു ഉന്നതനാക്കിയത് അറിവ് നൽകിയാണ്. അറിവ് എന്ന് നമുക്ക് പൂരിപ്പിച്ചു കൊടുക്കാം. ഇനി നമുക്ക് 5ാമത്തെ വർക്കിലേക്ക് പ്രവേശിക്കാം. നുഇദ്ദു 5 അസ്ഇലത്തിൻ മഅ അജ്വിബതിഹ. 5 ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളോടുകൂടെ തയ്യാറാക്കാനാണ്. നോക്കാം. 1. മനുഷ്യന് അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളിൽ ഏറ്റവും മുഖ്യമായത് ഏത്? ഉത്തരം ഇൽമ്. 2. ആദം നബിയെ അല്ലാഹു ഉന്നതനാക്കിയത് എങ്ങനെ? ഉത്തരം അറിവ് നൽകിക്കൊണ്ട്. 3. അറിവിൻ്റെ കലവറയാണ് അത്. ഏത്? ഉത്തരം പരിശുദ്ധ ഖുർആൻ. 4. അറിവ് തേടി പുറപ്പെട്ടവനെ അല്ലാഹു എളുപ്പമാക്കി കൊടുക്കും. എന്ത്? ഉത്തരം സ്വർഗത്തിലേക്കുള്ള വഴി. 5. മലക്കുകൾ ചിറക് വിരിച്ചു കൊടുക്കും. ആർക്ക്? ഉത്തരം അറിവ് പഠിക്കുന്നവർക്ക്. ഇനി നമുക്ക് 6ാമത്തെ വർക്കിലേക്ക് പ്രവേശിക്കാം. നക്തഷിഫ്, നമുക്ക് കണ്ടെത്താം. ആദരിക്കേണ്ടതെങ്ങനെ? താഴെ പറയുന്നവരെ എങ്ങനെയാണ് നാം ആദരിക്കേണ്ടത്? നോക്കാം. 1. ഉസ്താദുമാരെ എങ്ങനെയാണ് നാം ആദരിക്കേണ്ടത്? അവരെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുക. അവരെ അനുസരിക്കുക. അവരോട് ഉച്ചത്തിൽ സംസാരിക്കാതിരിക്കുക. അവർക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കുക. 2. കിതാബുകളെ, നാം പഠിക്കുന്ന കിതാബുകളെ എങ്ങനെയാണ് ആദരിക്കുക? നോക്കാം. അവ വൃത്തിയായി സൂക്ഷിക്കുക. ഉയർന്ന സ്ഥലത്ത് വെക്കുക. നിലത്തിടരുത്. 3. പഠനോപകരണങ്ങളെ
പഠനോപകരണങ്ങളെ എങ്ങനെയാണ് ആദരിക്കുക? പഠനോപകരണങ്ങൾ നശിപ്പിക്കാതിരിക്കുക, വൃത്തിയായി സൂക്ഷിക്കുക. നാം പഠനത്തിനായി ഉപയോഗിക്കുന്ന എല്ലാ ഉപകരണങ്ങളും നമ്മുടെ പഠനോപകരണങ്ങളാണ്. അത് ഭൗതിക പഠനത്തിനായാലും മത പഠനത്തിനായാലും അവയെല്ലാം നാം നന്നായി ആദരിക്കണം. നാഥൻ തുണക്കട്ടെ. ആമീൻ.